ഹായ്, ഐ ആം ബിജു എസ് നായർ, ഫോമർ ഓഫീസർ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. എന്റെ കറണ്ട് അഫയേഴ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഹിന്ദുവിന്റെ രണ്ട് എഡിറ്റോറിയൽസും വളരെ സിമ്പിൾ ആണ്, നമുക്ക് പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. അത്ര വലിയ കോംപ്ലിക്കേറ്റഡ് സബ്ജക്റ്റ് അല്ല. ആദ്യം ഓൾഡ് റൈവൽറീസ് എന്ന് പറയുന്ന എഡിറ്റോറിയലാണ്. ഇത് എന്തിനെ കുറിച്ചാണെന്ന് വെച്ചാൽ മഹാരാഷ്ട്ര പൊളിറ്റിക്സിനെ കുറിച്ചാണ്. മഹാരാഷ്ട്രയിൽ ഇലക്ഷൻ വരികയാണ്. ഓൾറെഡി ഇപ്പൊ ഇലക്ഷൻ അനൗൺസ്ഡ് ആയിട്ടുള്ള രണ്ട് സ്റ്റേറ്റുകൾ നമുക്കറിയാം. ജമ്മു ആൻഡ് കാശ്മീർ സ്റ്റേറ്റ് അല്ല, യൂണിയൻ ടെറിട്ടറി ആണ്, പക്ഷെ ഉടനെ സ്റ്റേറ്റ് ആവും. പിന്നെ ഹരിയാന, ഇവിടെ രണ്ടിടത്താണ് ഇലക്ഷൻ അനൗൺസ്ഡ് ആയത്. ഇനി ഇലക്ഷൻ വിത്തിൻ വീക്സ് അനൗൺസ് ആവുമ്പോൾ രണ്ട് സ്ഥലങ്ങളാണെന്ന് മഹാരാഷ്ട്ര, വേറൊന്ന് ജാർഖണ്ഡ്. ഓക്കെ, അപ്പൊ ഇതിൽ മഹാരാഷ്ട്രയിൽ ഇപ്പൊ BJP ആണ് കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. BJP എന്ന് പറയാൻ പറ്റില്ല, BJPയുടെ കൂടെ ശിവസേനയും NCPയുടെ ഒരു സ്പ്ലിൻഡർ ഫാക്ഷനും ഉണ്ട്. അപ്പൊ ഈ 3 പേരോട് ചേർന്നാ ഭരിക്കുന്നത്. ശിവസേന, NCP, BJPയുടെ ഒരു മേജർ പാർട്ണർ. ഭരിക്കുന്ന ചീഫ് മിനിസ്റ്റർ ഏകനാഥ് ഷിൻഡെ എന്ന് പറയുന്ന ശിവസേനക്കാരനാണ്. അവരുടെ ആ അലയൻസിനെ മഹായുതി എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്, മഹായുതി. ഇനി ഓപ്പോസിറ്റ് സൈഡിലുള്ളതോ വേറൊരു ശിവസേന, ഉദ്ധവ് താക്കറയുടെ ശിവസേന, വേറൊരു NCP. ഇതെല്ലാം സ്പ്ലിറ്റ് ആയതാണ്. ശരത് പവാറിന്റെ NCP, പിന്നെ കോൺഗ്രസ്. അവരറിയപ്പെടുന്ന മഹാവികാസ് അഗാദി എന്നാണ്, MVA. അപ്പൊ അവിടെ MVAയും മഹായുതിയുമാണ് അവിടുത്തെ അലയൻസസ് എന്ന് പറയുന്നത്. അപ്പൊ മഹായുതി BJPയുടെ നടത്തുള്ളതാണ്, അവരാണ് ഭരിക്കുന്നത്. അപ്പൊ ഇലക്ഷന് മുമ്പായിട്ട് ഈ മഹായുതി അലയൻസിൽ കുറെ പ്രോബ്ലംസ് ഇപ്പൊ വന്നേക്കാണ്. ഈ ശിവസേനയ്ക്കും BJPക്കും, അതായത് ഷിൻഡെയുടെ ശിവസേന, ഏകനാഥ് ഷിൻഡെ എന്ന് പറയുന്ന ചീഫ് മിനിസ്റ്ററുടെ ശിവസേനയ്ക്കും BJPക്കും അജിത് പവാർ എന്ന് പറയുന്ന അവിടുത്തെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ നേതൃത്വത്തിലുള്ള NCPക്കും പരസ്പരം കണ്ണെടുത്താൽ കണ്ടുകൂടാ. അത് ഈ ഇലക്ഷൻ ഇപ്പം സത്യത്തിൽ ഈ കൂടുതൽ പൊളിറ്റിക്സ് എന്റെ ആവശ്യമില്ല, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഈ എഡിറ്റോറിയൽ നിങ്ങൾക്ക് വായിച്ചു നോക്കാൻ വേണ്ടി മാത്രം ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഈ അജിത് പവാർ എന്ന് പറയുന്ന ആള് ശരത് പവാറിന്റെ പാർട്ടിയായ NCPയെ പിളർത്തി BJPയിലേക്ക് വന്നത് BJPയിലും ഒരു വിഭാഗത്തിന് ഇഷ്ടപ്പെട്ടില്ല, ശിവസേന, ഏകനാഥ് ഷിൻഡെയുടെ ശിവസേനയ്ക്കും ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ അവർ ജെല്ലാവാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. മഹാരാഷ്ട്രയിലെ ഇലക്ഷനിൽ, ഇപ്പൊ ലോക്സഭാ ഇലക്ഷനിൽ മഹാരാഷ്ട്രയിൽ BJPക്ക് അത്യാവശ്യം വലിയ തിരിച്ചടികൾ നേരിട്ടിരുന്നു. ആ തിരിച്ചടിക്ക് പ്രധാന കാരണമായിട്ട് ഷിൻഡെ വിഭാഗവും അതായത് ഏകനാഥ് ഷിൻഡെ എന്ന് പറയുന്ന ചീഫ് മിനിസ്റ്ററിന്റെ ശിവസേനയും BJPയിൽ ഒരു വിഭാഗമൊക്കെ അജിത് പവാറിന്, അയാൾ അത്യാവശ്യം കറപ്റ്റ് ആണെന്നാണ് പറയുന്നത് അജിത് പവാർ. ഈ കറപ്റ്റ് ആയിട്ടുള്ള അജിത് പവാറിന് ഈ പറഞ്ഞ അലയൻസിലേക്ക് എടുത്തതാണ് കാരണമായതെന്ന് ഒരു ആരോപണമുണ്ട്. എന്തായാലും അവിടെ ഇപ്പൊ ഒരു പുതിയൊരു ഈ ഇലക്ഷനിലെ റിവേഴ്സസിനെയൊക്കെ വീണ്ടും ഒന്ന് ഇതാക്കി. പിന്നെ ഇപ്പൊ വരാമോ നിയമസഭാ ഇലക്ഷനിൽ വിജയിക്കാൻ വേണ്ടി BJP ഒക്കെ ചേർന്ന് മുഖ്യമന്ത്രി മജി ലഡ്കി ബഹൻ യോജന എന്ന് പറഞ്ഞൊരു സ്കീമൊക്കെ കൊണ്ടുവന്നു. ആ സ്കീമിനെ പോലും ഓരോരുത്തരും ഓരോ പേരിട്ടാ വിളിക്കുന്ന. BJP ഒരു പേരിട്ട് വിളിക്കുന്നു, അജിത് പവാറിന്റെ പാർട്ടി വേറെ പേരിട്ട് വിളിക്കുന്നു. അങ്ങനെയൊക്കെ അതൊക്കെ അവിടുത്തെ സില്ലി പൊളിറ്റിക്സ് ആണ്, നമുക്ക് വേണ്ട. അപ്പൊ നിങ്ങൾക്ക് വായിക്കുമ്പോൾ മനസ്സിലായിക്കൊള്ളതെല്ലാം. അപ്പൊ അങ്ങനെ ആകെപ്പാട് അവിടെ പ്രശ്നമാണ്. അപ്പൊ എന്തായാലും ഓപ്പോസിഷൻ സൈഡിൽ ഈ പറഞ്ഞ ശിവസേന, കോൺഗ്രസ്, NCP ആണ് അവിടെ ഉള്ളത്, ഓപ്പോസിഷൻ സൈഡിലുള്ളത്. അവര് അത്യാവശ്യം നല്ലൊരു അലയൻസ് ആയിട്ട് മുമ്പോട്ട് പോയാണ്. അപ്പം ഇലക്ഷനിൽ ഇപ്പൊ വരാൻ പോകുന്ന ഇലക്ഷനിൽ ഈ പറഞ്ഞ BJPയുടെ ഈ മുന്നണി, ഭരിക്കുന്ന മുന്നണിക്ക് തിരിച്ചടികൾ നേരിടാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ പ്രശ്നങ്ങളെല്ലാം അവർ പറഞ്ഞു തീർക്കണം. ഇത്രയേ ഉള്ളൂ എഡിറ്റോറിയൽ. ഞാൻ ആ 1 by 1 സെന്റൻസസ് ഒന്നും പറഞ്ഞില്ല, നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയുള്ള കാര്യം. രാഷ്ട്രീയം ഒന്നാമത്തെ കാര്യം നമുക്ക് വലുതായിട്ട് വേണ്ട. രണ്ടാമത്തെ കാര്യം പക്ഷെ എഡിറ്റോറിയൽ വായിക്കണം. എഡിറ്റോറിയൽ വായിക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞിട്ട് നമുക്ക് കോംപ്രിഹെൻഷൻ പാസേജുകൾ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് നമുക്ക് പെട്ടെന്ന് അതിന്റെ ആൻസേഴ്സ് കണ്ടുപിടിക്കാനുള്ള ഒരു എക്സർസൈസ് ആണ് ഈ പറഞ്ഞ എഡിറ്റോറിയൽസിന്റെ വായന എന്ന് പറയുന്നത്. അപ്പം കറണ്ട് അഫയേഴ്സ് മാത്രം മനസ്സിലാക്കാനല്ല. ഇനി രണ്ടാമത്തെ എഡിറ്റോറിയൽ ഓപ്പൺ സീസൺ എന്ന് പറയുന്ന എഡിറ്റോറിയൽ. ഈ ഓപ്പൺ സീസൺ എന്ന് പറഞ്ഞ എഡിറ്റോറിയലും ഭയങ്കര സിമ്പിൾ ആണ്. അത് സിമ്പിൾ ആവുന്നത് സ്പോർട്സ് എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാർക്ക്. ഇപ്പൊ സ്പോർട്സ് ഒന്നും വലുതായിട്ട് ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണെങ്കിൽ അത്ര വലിയ സിമ്പിൾ എഡിറ്റോറിയൽ ആയിരിക്കണം എന്നില്ല. ഞാൻ ഇത് ടെന്നീസിനെ കുറിച്ചുള്ള എഡിറ്റോറിയലാണ് ഞാൻ പറയാം. ഇപ്പൊ US ഓപ്പൺ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഗ്രാൻഡ് സ്ലാം ടെന്നീസ് ടൂർണമെന്റുകൾ ഒരു വർഷം 4 എണ്ണം നടക്കാറുണ്ട്. ഈ 4 എണ്ണത്തില് ആദ്യം നടക്കുന്ന ഓസ്ട്രേലിയൻ ഓപ്പൺ, അത് കഴിഞ്ഞ് ഫ്രഞ്ച് ഓപ്പൺ നടക്കും, അത് കഴിഞ്ഞ് വിംബിൾഡൺ നടക്കും, ലാസ്റ്റ് നടക്കുന്നതാണ് US ഓപ്പൺ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ US ഓപ്പണിൽ ഇപ്പൊ ഒരു വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഒരു കാര്യം സംഭവിച്ചു. വേൾഡ് നമ്പർ 2ഉം വേൾഡ് നമ്പർ 3യും പുറത്തായി. വേൾഡ് നമ്പർ 2 ലോകം കണ്ട എക്കാലത്തെയും ഏറ്റവും വലിയ ടെന്നീസ് പ്ലേയേഴ്സിൽ ഒരാളായി കണക്കൂട്ടപ്പെടുന്ന നൊവാക് ജോക്കോവിച്ച് ആണ്. ഇപ്പോഴത്തെ ഒളിമ്പിക്സ് മെഡൽ ഉൾപ്പെടെ അദ്ദേഹമാണ് വിൻ ചെയ്തത്. 2-3 ആഴ്ച മുമ്പാണ് അദ്ദേഹം ഒളിമ്പിക്സ് മെഡൽ വിൻ ചെയ്തത്. പിന്നെ കഴിഞ്ഞ വർഷത്തെ ഫ്രഞ്ച് ഓപ്പണും വിംബിൾഡനും ഒക്കെ വിൻ ചെയ്ത കാർലോസ് അൽക്കാരസ് എന്ന് പറഞ്ഞ സ്പാനിഷ് പ്ലെയർ ആണ് വേൾഡ് നമ്പർ 3. ഇവർ രണ്ടുപേരും പുറത്തായി. ഇനി വേൾഡ് നമ്പർ 1 ഉള്ളൂ, അത് ജാനിക് സിന്നർ എന്ന് പറഞ്ഞ ഇറ്റാലിയൻ പ്ലെയർ ആണ്, ജാനിക് സിന്നർ. അപ്പം ഈ ഡോക്കോവിച്ചിന്റെ പുറത്താകലിന് കാരണമായിട്ട് പറഞ്ഞ അദ്ദേഹത്തിന് ജൂണിൽ ഒരു നീ സർജറി നടന്നായിരുന്നു. അതിനുശേഷം അദ്ദേഹം ഒളിമ്പിക്സിൽ പങ്കെടുത്ത് ഒളിമ്പിക്സിൽ
അത്യാവശ്യം കുറെ മാച്ചസ് ഒക്കെ അദ്ദേഹത്തിന് കളിക്കേണ്ടി വന്നു. അതിൽ അദ്ദേഹം ജയിച്ചു. അദ്ദേഹത്തിന് ഇന്നുവരെയും കിട്ടിയിട്ടില്ലാത്ത ഒരു സാധനമാണ് ഒളിമ്പിക്സ് മെഡൽ എന്ന് പറയുന്നത്, ഗോൾഡ് മെഡൽ എന്ന് പറയുന്നത്. ബാക്കി എല്ലാം അദ്ദേഹം നേടിയിട്ടുണ്ട്. അപ്പോൾ ഒളിമ്പിക്സ് ഗോൾഡ് മെഡലും കൂടെ അദ്ദേഹത്തിന് കിട്ടി. അപ്പൊ അതിന്റെയൊക്കെ ഒരു ഫെറ്റീഗിൽ വന്നാണ് അദ്ദേഹം US ഓപ്പൺ കളിച്ചത്. അപ്പൊ അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ അദ്ദേഹം പരാജയപ്പെട്ടത്. പിന്നെ വേറൊരു കാര്യം, അദ്ദേഹത്തിന് 37 വയസ്സായി. അപ്പൊ ടെന്നീസിൽ 37 എന്ന് പറഞ്ഞാൽ കിളവനാണ്. അപ്പൊ അദ്ദേഹം ഓൾഡ് ഏജ് ആയി, ഇപ്പൊ റിട്ടയർമെന്റ് വക്കിൽ നിൽക്കുക. അദ്ദേഹം ആക്ച്വലി റിട്ടയർ ചെയ്യാത്ത ഒറ്റ കാര്യം കൊണ്ടാണെന്ന് പൊതുവെ കരുതുന്നത്. കാര്യം ടെന്നീസിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗ്രാൻഡ് സ്ലാം ടൈറ്റിൽസ് എന്ന് പറഞ്ഞാൽ 24 ഗ്രാൻഡ് സ്ലാം ടൈറ്റിൽസ് ആണ് ഡോക്കോവിച്ച് നേടിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഫീമെയിൽ ആയിട്ടുള്ള മാർഗരറ്റ് കോർട്ടും നേടിയിട്ടുണ്ട്. മാർഗരറ്റിന്റെ സ്പെല്ലിംഗ് അറിയാലോ, അത് പറഞ്ഞ് കഴിഞ്ഞിട്ട് കോർട്ട് COURT കോർട്ട്, മാർഗരറ്റ് കോർട്ട് എന്ന് പറയുന്ന ഒരു പ്ലെയർ നേടിയിട്ടുണ്ട്. അപ്പൊ ടൈ ആണ്, ഇത് സ്ത്രീയാണ് മാർഗരറ്റ് കോർട്ട്, പുരുഷനായ ഡോക്കോവിച്ച് നേടി. ഒരെണ്ണം കൂടി എങ്ങനെയെങ്കിലും നേടി അദ്ദേഹത്തിന്റെ ടൈറ്റിൽ 25 ആവും. അപ്പൊ പിന്നെ ലോകത്തില് പുരുഷൻ നോക്കിയാലും വനിത നോക്കിയാലും ഏറ്റവും കൂടുതൽ ടൈറ്റിൽ വിൻ ചെയ്ത ആളായിട്ട്, ഗ്രാൻഡ് സ്ലാം ടൈറ്റിൽ വിൻ ചെയ്ത ആളായിട്ട് അദ്ദേഹം മാറും. അതോടുകൂടി അദ്ദേഹത്തിന് പിന്നെ ആരും ഇല്ല ഒരു കാര്യത്തിലും കോമ്പറ്റീഷനിൽ. ഏറ്റവും കൂടുതൽ കാലം 1ാം നമ്പർ പദവിയിൽ ഇരുന്ന അദ്ദേഹമാണ്. ഏറ്റവും കൂടുതൽ ഗ്രാൻഡ് സ്ലാം ടൈറ്റിൽസ് നേടിയ അദ്ദേഹമാണ്. അങ്ങനെ ഒരുപാട് റെക്കോർഡ്സ് അദ്ദേഹത്തിന്റെ പേരിലുണ്ട്. ആ ഒരു റെക്കോർഡിന് വേണ്ടിയിട്ടായിരിക്കും ഒരുപക്ഷെ അദ്ദേഹം വെയിറ്റ് ചെയ്യുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ 2002 എന്ന് പറയുന്ന ഇയർ, 2002, ഇപ്പൊ 22 വർഷം കഴിഞ്ഞ് 2002 കഴിഞ്ഞിട്ട്, ഈ 2002 ശേഷം ഒരു ഗ്രാൻഡ് സ്ലാം ടൈറ്റിൽ ഒരു വർഷം റോജർ ഫെഡറർ, നൊവാക് ഡോക്കോവിച്ച്, റാഫേൽ നദാൽ, ടെന്നീസിലെ ട്രയോസ് ഗ്രേറ്റസ്റ്റ് പ്ലേയേഴ്സിന്റെ കൂട്ടത്തിലുള്ള ഈ മൂന്ന് പ്ലേയേഴ്സ്, നൊവാക് ഡോക്കോവിച്ച്, റോജർ ഫെഡറർ ആൻഡ് റാഫേൽ നദാൽ, ഇവര് ആണ് സാധാരണ എല്ലാ ഗ്രാൻഡ് സ്ലാം ടൈറ്റിൽസും ഒരു വർഷം പങ്കിട്ടെടുക്കുന്നത്. അവര് ഈ 3 പേരിൽ ഒരാളെങ്കിലും ഒരു ടൈറ്റിൽ പോലും വിൻ ചെയ്യാത്ത ഒരു വർഷം 2002 ശേഷം ഉണ്ടായിട്ടില്ല. ഈ വർഷം പക്ഷെ അങ്ങനെ ഒരു വർഷമാണ്. ഡോക്കോവിച്ചിന് ഒറ്റ ടൈറ്റിൽ കിട്ടിയിട്ടില്ല. നദാൽ ഇപ്പൊ കളിക്കുന്നില്ല പരിക്ക് മൂലം. ഫെഡറർ റിട്ടയറും ആയി. അപ്പോ ഗ്രേറ്റസ്റ്റ് ടെന്നീസ് പ്ലേയേഴ്സ് എന്നറിയപ്പെടുന്ന ഈ 3 പേര്, ഡോക്കോവിച്ച്, നദാൽ, ഫെഡറർ, ഈ 3 പേരുടെ യുഗം അവസാനിക്കുന്നതിന്റെ സൂചനയും കൂടെയാണ്. അപ്പോ അടുത്ത മാൻഡിൽ ഇവരിൽ നിന്ന് ഏറ്റെടുക്കാൻ പോകുന്നത് ഒരുപക്ഷെ ജാനിക് സിന്നറും കാർലോസ് അൽക്കാരസും ഒക്കെ ആയിരിക്കും. ഈ കാർലോസ് അൽക്കാരസ് ഓൾറെഡി ഇപ്പൊ പുറത്തായി. അപ്പൊ ജാനിക് സിന്നറിനാണ് നല്ല സാധ്യത. ഈ പ്രാവശ്യം വേൾഡ് നമ്പർ 1 ആയ ജാനിക് സിന്നറിനാണ് US ഓപ്പൺ വിൻ ചെയ്യാനുള്ള സാധ്യത. അതൊക്കെയാണ് ഇതിന്റെ അകത്ത് പറയുന്നത്. അത്രേ ഉള്ളൂ. അത് 2 എഡിറ്റോറിയൽ സിമ്പിൾ ആണ്. ഇനി ഇന്നത്തെ മറ്റ് ആർട്ടിക്കിൾസിലേക്ക് പോകുമ്പോൾ, ഇന്ത്യസ് നെയ്ബർഹുഡ് വാച്ച് പാസ്റ്റ് ആൻഡ് പ്രസന്റ് എന്ന് പറഞ്ഞ ഈ ആർട്ടിക്കിൾ ഉണ്ടല്ലോ, ഇതും പലതവണ ഞാൻ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളെ കുറിച്ചുള്ള എഡിറ്റോറിയൽ തന്നെയാണ്. ഇന്ത്യസ് നെയ്ബർഹുഡ് വാച്ച് പാസ്റ്റ് ആൻഡ് പ്രസന്റ് എന്നുള്ള എഡിറ്റോറിയല് ബംഗ്ലാദേശ്, ശ്രീലങ്ക, മാൽദീവ്സ്, നേപ്പാൾ, മ്യാൻമർ, ഈ രാജ്യങ്ങൾ ഇപ്പൊ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നവും ആ പ്രശ്നങ്ങൾ മൂലം ഇന്ത്യക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളും 2008-10 കാലഘട്ടത്തിൽ സമാനമായ പ്രശ്നങ്ങളിൽ കൂടി ഈ രാജ്യങ്ങൾ മുമ്പ് കടന്നുപോയപ്പോൾ അന്ന് ഇന്ത്യ സ്വീകരിച്ച നിലപാടുകളൊക്കെയാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. മെയിൻലി നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെ, എന്നാലും ഓടിച്ചൊന്ന് പറഞ്ഞേക്കാം. 2008-10 കാലഘട്ടത്തിൽ ബംഗ്ലാദേശിൽ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പൊ ബംഗ്ലാദേശ് നേരിടുന്ന പ്രശ്നം നമുക്കറിയാം. താൽക്കാലിക ഗവൺമെന്റ് ഒക്കെയാണ് ഭരിക്കുന്നത്. ഷെയ്ഖ് ഹസീന പുറത്തായി. ഇനിയിപ്പോ പുതിയ ഇലക്ഷൻ നടത്തണം. അതിനു വേണ്ടിയിട്ടാണ് മുഹമ്മദ് യൂനിസിന്റെ താൽക്കാലിക ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്തേക്കുന്നത്. ഇതുപോലെയായിരുന്നു 2008-10. അപ്പോഴ് ഷെയ്ഖ് ഹസീന അവിടെ വെരി പോപ്പുലർ ആയിരുന്നു. അവർ രണ്ടാമതായിട്ട് അധികാരത്തിൽ ബംഗ്ലാദേശ് വരുന്ന 2008-9 കാലഘട്ടത്തിലാണ്. അതിനുശേഷം പിന്നെ ഇന്ന് വരെയും അവർ അധികാരത്തിന് പുറത്ത് പോയിട്ടില്ലായിരുന്നു. അപ്പോഴാണ് ഈ പ്രശ്നമൊക്കെ വന്നത്, അധികാരത്തിന് പുറത്ത് വന്നത്. അപ്പൊ 2008 ഒരു പട്ടാള ഭരണാധികാരിയുടെ അവിടെ ഭരിച്ചുകൊണ്ട് ജനറൽ മൊയ്ൻ യു അഹമ്മദ് എന്ന് പറയുന്ന ജനറൽ. അതിനുശേഷമാണ് വലിയ ഇലക്ഷൻ മെജോറിറ്റിയോടുകൂടി ഷെയ്ഖ് ഹസീന അവിടെ അധികാരത്തിൽ വരുന്നത്. ഇതില് അങ്ങനെ അധികാരത്തിൽ ഷെയ്ഖ് ഹസീനയെ കൊണ്ടുവരാൻ വളരെ കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള റോള് വഹിക്കാൻ അന്ന് നമുക്ക് കഴിഞ്ഞു. അന്ന് പ്രണബ് മുഖർജി ആണ് അതിൽ വലിയ പങ്ക് വഹിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. ഏതാണ്ട് അതേ സമയത്ത് 2009 ശ്രീലങ്കയിലും വലിയൊരു പ്രോബ്ലം അവസാനിച്ച കാലമാണ്. ശ്രീലങ്കയിലെ LTTE പ്രോബ്ലം, ശ്രീലങ്കയിൽ തമിഴ് പുലികൾ എന്നറിയപ്പെടുന്ന LTTE വലിയ പ്രോബ്ലം ആയിരുന്നു. ആ LTTE അവിടെ അവസാനിപ്പിക്കാൻ അവിടെ ഒരു യുദ്ധത്തിൽ കൂടെ ശ്രീലങ്കയ്ക്ക് കഴിഞ്ഞു. അപ്പം അതിനുശേഷം ശ്രീലങ്കയായിട്ട് ഇന്ത്യ നല്ല ബന്ധത്തില് ഒരു പുതിയ ഗവൺമെന്റ് ഒക്കെ ഉണ്ടാക്കാനൊക്കെ 2009 കാലഘട്ടത്തില് ശ്രീലങ്കയിൽ കഴിഞ്ഞു. അപ്പം അതിലും ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇടപെടൽ 2009 കാലഘട്ടത്തിൽ ശ്രീലങ്കയിൽ LTTE പ്രോബ്ലം അവസാനിപ്പിച്ച് അവിടെ പുതിയ ഗവൺമെന്റ് കൊണ്ടുവരുന്നതിനൊക്കെ വലിയ പങ്ക് വഹിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു. അതും അന്ന് 2009 ശ്രീലങ്കയുടെ പ്രശ്നമാണ് പറയുന്നത്. ബംഗ്ലാദേശ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനി ഇതേ 2008 മാൽദീവ്സ് ഒരു ഡിക്റ്റേറ്ററെ പോലെ ഒരുപാട് കാലം ഭരിച്ച
മൗമൂൺ അബ്ദുൽ ഗയൂം എന്ന് പറഞ്ഞ ആള്, അബ്ദുൽ ഗയൂം. ഈ അബ്ദുൽ ഗയൂമിന്റെ ഭരണം അവസാനിപ്പിച്ചിട്ട് അവിടെ ഒരു ഇലക്ഷൻ നടത്തി. 2009 ഇന്ത്യ അനുകൂലിയായ മുഹമ്മദ് നഷീദിനെ അവിടെ അധികാരത്തിൽ കൊണ്ടുവരുന്നു. അതും ഇന്ത്യ വളരെ കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള റോള് അതിൽ വഹിച്ചു. അതേപോലെ മ്യാൻമറിൽ തുടർച്ചയായിട്ട് 20 വർഷത്തെ മിലിറ്ററി റൂളിന് ശേഷം അവിടെ ഇലക്ഷൻസ് കണ്ടക്ട് ചെയ്യുന്നു. അപ്പം തന്നെ മ്യാൻമറിലെ മിലിറ്ററി സപ്പോർട്ട് ചെയ്യുന്ന പാർട്ടിയാണ് അവിടെ അധികാരത്തിൽ വന്നത്, USDP എന്നുള്ള പാർട്ടി. പക്ഷെ അതിനുശേഷം ആങ് സാൻ സൂക്കിയെ ജയിലിൽ നിന്ന് മോചിപ്പിക്കുകയാണ്. അവിടെ ഡെമോക്രസിക്ക് വേണ്ടി ശക്തമായി വാദിച്ച ആങ് സാൻ സൂക്കിയെ ജയിലിൽ നിന്ന് മോചിപ്പിക്കുന്നു. അതിനുശേഷം 2015 അവിടെ ഡെമോക്രാറ്റിക് ഇലക്ഷൻ നടക്കുന്നു. അതിൽ ആങ് സാൻ സൂക്കി വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരുന്നു. പക്ഷെ ആ മ്യാൻമറിൽ പിന്നെ ആങ് സാൻ സൂക്കിയെ വീണ്ടും പിടിച്ച് ജയിലിലിട്ട് ഇപ്പൊ വീണ്ടും അവിടെ പട്ടാള ഭരണമാണ് വേറെ കാര്യം. ഈവൻ പാകിസ്ഥാനിൽ പോലും അവിടുത്തെ പട്ടാള ഭരണം, അതിൽ ഈ മ്യാൻമറിൽ ഉണ്ടായ സംഭവ വികാസങ്ങളിൽ ഇന്ത്യക്ക് അത്ര വലിയ പങ്കൊന്നുമില്ല. പക്ഷെ ഇന്ത്യക്ക് ഇന്ത്യ അതിന്റെ ബെനിഫിഷ്യറി ആയിരുന്നു. ഇനി പാകിസ്ഥാനില് അവിടെ ഇന്ത്യക്ക് റോളൊന്നുമില്ല. അവിടെ 2008 വരെ ഭരിച്ച പർവേസ് മുഷറഫിന് അധികാരത്തിൽ നിന്ന് പുറത്തു പോകുന്നു. പർവേസ് മുഷറഫ് എന്നിട്ട് അവിടെ ജനാധിപത്യ ഗവൺമെന്റ് 2008 അധികാരത്തിൽ വരുന്നു. അപ്പൊ മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ 2008-09 കാലഘട്ടം ഇന്ത്യയുടെ നെയ്ബർഹുഡ് ഇന്ത്യക്ക് അത്യാവശ്യം പോസിറ്റീവായി മാറിയ കാലഘട്ടമാണ്. ഏതാണ്ട് ഇതേ സമയത്ത് തന്നെയാണ് ഇന്ത്യയുടെ നെയ്ബർഹുഡിലുള്ള രാജ്യങ്ങൾക്കുള്ള ഡെവലപ്മെന്റൽ അസിസ്റ്റൻസ് ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്തത്. ശ്രീലങ്കയ്ക്ക് ആ സമയം എനിക്കൊരു അലർജി പ്രോബ്ലം ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരും. അലർജിയുടെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്നിട്ടും ഇതൊക്കെയാണ് പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോ $1 ബില്യൺ അസിസ്റ്റൻസ് ഒക്കെ അന്ന് നമ്മൾ ശ്രീലങ്കയ്ക്കും ബംഗ്ലാദേശിനും ഒക്കെ കൊടുത്ത കാര്യമൊക്കെ ഇതിൽ പറയുന്നുണ്ട്. 2008 തൊട്ട് 10 വരെയുള്ള കാലഘട്ടത്തില്. അപ്പൊ ഇപ്പൊ ആ അസിസ്റ്റൻസ് ഒക്കെ അതിലും വളരെ കൂടുതലാണ്. അപ്പൊ ഇന്ത്യ ഫിനാൻഷ്യൽ അസിസ്റ്റൻസും കൂടെ കൊടുത്തുകൊണ്ടാണ് ആ രാജ്യങ്ങളോടുള്ള ബന്ധം കൂടുതൽ ആ കാലഘട്ടത്തിൽ ഇമ്പ്രൂവ് ചെയ്തത്. അപ്പൊ നമ്മൾ ഇപ്പോഴത് തന്നെയാണ് ചെയ്യുന്നത്, ഒരുപാട് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഈ രാജ്യങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് 2008-10 കാര്യമാണ് പറഞ്ഞത്. ഇനി ഇപ്പോഴത്തെ സിറ്റുവേഷൻ 2024 വന്നപ്പോ ഷെയ്ഖ് ഹസീനയ്ക്ക് എന്ത് സംഭവിക്കുന്ന കാര്യം ഞാൻ പറയുന്നില്ല. അവിടെ ഉണ്ടായ സ്റ്റുഡന്റ് പ്രൊട്ടസ്റ്റും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിൽ പറഞ്ഞത് അത് അവരുടെ ഇന്റേണൽ പ്രോബ്ലം ആണ്. അതുകൊണ്ട് അതിൽ ഒരു പരിധി കൂടി നമുക്ക് ഇടപെടാൻ പറ്റൂല. പക്ഷെ ഇന്ത്യക്ക് അവിടെ ഒരു ഫെയിലിയർ ഉണ്ട്. അതിന്റെ കാര്യം ഇവിടെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, അത് ഞാൻ എപ്പോഴും നിങ്ങളുടെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ള തന്നെയാണ്. അവിടെ ഷെയ്ഖ് ഹസീനയുടെ പ്രതിയോഗികളായിട്ടുള്ള ഒപ്പോസിഷൻ പാർട്ടീസിനെ കൂടെ നിർത്തുന്നതിൽ ഇന്ത്യ പരാജയപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഷെയ്ഖ് ഹസീനയുടെ പ്രതിയോഗികളായിട്ടുള്ള ഒപ്പോസിഷൻ പാർട്ടീസ് ഇപ്പൊ ഇന്ത്യയുമായിട്ട് അത്ര നല്ല ബന്ധത്തിലല്ല. ഇനി ആ ബന്ധം മെച്ചപ്പെടുത്തി എടുക്കാൻ ഇന്ത്യക്ക് കുറെ സമയം വേണ്ടി വരും. അപ്പം ബംഗ്ലാദേശില് ഇപ്പോൾ ഉണ്ടായ പ്രശ്നങ്ങളിൽ കൂടുതൽ ആക്റ്റീവായിട്ട് ഇടപെടാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് ഇന്ത്യ പോകാൻ കാരണം ഒപ്പോസിഷനുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ നിലനിർത്താഞ്ഞതാണ്. അതുപോലെ 2022 ശ്രീലങ്കയിൽ പ്രോബ്ലം ഉണ്ടായപ്പോ പക്ഷെ ഇന്ത്യ മനോഹരമായി ഇത് മാനേജ് ചെയ്തു. അത് പറയുന്നുണ്ട്. കാര്യം ശ്രീലങ്കയിൽ സാമ്പത്തിക പ്രശ്നം കൊണ്ടാണ് അവിടെ പ്രോബ്ലം ഉണ്ടായത്. അവിടുത്തെ പ്രസിഡന്റിനെയൊക്കെ ആൾക്കാർ അവിടുന്ന് ഓടിച്ചു വിട്ടു. ആ സമയത്ത് $4 ബില്യൺ സഹായം കൊടുത്തുകൊണ്ട് ആ രാജ്യത്തിന്റെ എക്കോണമിയെ തിരികെ കൊണ്ടുവരാൻ സഹായിച്ചത് ഇന്ത്യയാണ്. അപ്പൊ ശ്രീലങ്കയിൽ ഇന്ത്യ അതുകൊണ്ട് തന്നെ നല്ല ഇടപെടലാണ് നടത്തിയത്. ശ്രീലങ്കയിലെ ഒപ്പോസിഷൻ പാർട്ടീസുമായിട്ട് വളരെ നല്ല ബന്ധം ഇന്ത്യ കാത്തു സൂക്ഷിച്ചു. അതുകൊണ്ട് ഇപ്പൊ അവിടെ ഇലക്ഷൻ നടക്കുക ഈ മാസം. ആ ഇലക്ഷനിൽ ആരധികാരത്തിൽ വന്നാലും ഇന്ത്യക്ക് ഒരു പ്രോബ്ലം ഇല്ല. കാരണം ഇന്ത്യ ഒപ്പോസിഷനുമായിട്ടും റൂളിംഗ് പാർട്ടീസുമായിട്ടും വളരെ നല്ല ബന്ധത്തിലാണ്. പക്ഷെ ഇതല്ല നമുക്ക് ബംഗ്ലാദേശിൽ സംഭവിച്ചത്. നമ്മൾ ശ്രീലങ്കയിലെ പോലെ ബംഗ്ലാദേശിൽ അങ്ങനെ ആയിരിക്കണം. ഹസീനയുടെ മുകളിൽ മാത്രം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യരുതായിരുന്നു. അതുപോലെ മാൽദീവ്സിന്റെ കാര്യം. മാൽദീവ്സിൽ 2024 ഇപ്പോ മുഹമ്മദ് മൊയ്സു അധികാരത്തിൽ വന്നു. മൊയ്സു അധികാരത്തിൽ വന്നപ്പോൾ നമുക്ക് സംഭവിച്ചത് ഇതാ ഇബ്രാഹിം മുഹമ്മദ് സോലിഹ് എന്ന് പറഞ്ഞ ഇന്ത്യ അനുകൂലിയായ ഗവൺമെന്റിനും അദ്ദേഹത്തിന്റെ പാർട്ടിക്കും സകല സപ്പോർട്ടും കൊടുത്ത് ഇന്ത്യ ഒരുപാട് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഒക്കെ രാജ്യത്തിന് കൊടുത്തു. പക്ഷെ മൊയ്സു അധികാരത്തിൽ വരുന്ന നമ്മൾ ശ്രദ്ധിച്ചില്ല. അങ്ങനെ അധികാരത്തിൽ വന്നപ്പോൾ നമുക്ക് മൊയ്സുമായിട്ട് ബന്ധം നഷ്ടപ്പെട്ടു. അങ്ങനെ ആദ്യം കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായി. പക്ഷെ ഇപ്പൊ മൊയ്സുവിന് തന്നെ മനസ്സിലായി ഇന്ത്യയുടെ അസിസ്റ്റൻസ് കൂടെ ഉണ്ടെങ്കിൽ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ആ റിലേഷൻഷിപ്പ് വീണ്ടും പഴയതുപോലെ കൊണ്ടുവരുന്നു. പക്ഷെ കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി. തുടക്കത്തിൽ നല്ല കല്ലുകടി ഉണ്ടായി ഈ മൊയ്സുമായിട്ടുള്ള അല്ലെങ്കിൽ മാൽദീവ്സുമായിട്ടുള്ള ബന്ധത്തിൽ. അവിടെ നമുക്ക് പറ്റിയത് ഒപ്പോസിഷൻ പാർട്ടീസുമായിട്ട് വലിയ ബന്ധം അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടതാണ്. അതുപോലെ ഇനി മ്യാൻമറിന്റെ കേസ്. മ്യാൻമറിൽ എന്താണ് ഈ ഇലക്ഷനിൽ ഞാൻ പറഞ്ഞു, അവിടെ ഇലക്ഷനിൽ അവിടുത്തെ പട്ടാളത്തിന്റെ പാർട്ടിയൊക്കെ പരാജയപ്പെടുത്തിക്കൊണ്ട് ആങ് സാൻ സൂക്കി അധികാരത്തിൽ വന്നപ്പോൾ പട്ടാളത്തിന് ഇഷ്ടപ്പെട്ട ഒരു പട്ടാളം ആങ് സാൻ സൂക്കിയെ പുറത്താക്കിയിട്ട് വീണ്ടും പട്ടാളോടെ ഭരണം പിടിച്ചടിക്കുകയാണ്. പക്ഷെ പട്ടാളം ഭരണം പിടിച്ചെടുത്തപ്പോഴത്തേക്ക് അവർ പ്രതീക്ഷിക്കാത്ത റെസിസ്റ്റൻസ് ആണ് അവിടുത്തെ എത്നിക് ഗ്രൂപ്പുകളുടെ കയ്യിൽ നിന്നും അതുപോലെ ആങ് സാൻ സൂക്കിയുടെ നേതൃത്വത്തിലുള്ള
അവരിപ്പോ അകത്ത് പോയി, പക്ഷെ അവരുടെ സപ്പോർട്ടേഴ്സ് ആയിട്ടുള്ള ആയിട്ടുള്ള ഡെമോക്രാറ്റിക് ഫോഴ്സസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നു. അപ്പൊ അവിടെ ഇന്ത്യ ഒരു വല്ലാത്ത ആശയക്കുഴപ്പത്തിലാണ്. എന്ത് ചെയ്യണം എന്നുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യക്ക് പട്ടാളത്തിന്റെ മുകളിൽ നല്ല ഇൻഫ്ലുവൻസ് ഉണ്ട്. ഇന്ത്യക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് മ്യാൻമറിന്റെ മണ്ണ് നോർത്ത് ഈസ്റ്റിലെ തീവ്രവാദികൾ യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് പട്ടാളത്തിന് ഇന്ത്യ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ പട്ടാളത്തിന് അവിടെ പല പല ടെറിട്ടറീസ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ എത്തനിക് ഫോഴ്സസ് ആണ് ആ ടെറിട്ടറീസ് അറ്റാച്ച് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്, അല്ലെങ്കിൽ അറ്റാക്ക് ചെയ്ത് കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ എത്തനിക് ഫോഴ്സസുമായിട്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതിന്റെ ആവശ്യകത ഇപ്പം വന്നിരിക്കുകയാണ്. അപ്പൊ അതിൽ ഇന്ത്യ വളരെ സക്രിയമായിട്ട് എത്രയും പെട്ടെന്ന് ആക്ട് ചെയ്യണമെന്ന് ഇതിൻ്റെ അകത്ത് ഈ ആർട്ടിക്കിളിൽ പറയുന്നുണ്ട്. പിന്നെ അഫ്ഗാനിസ്ഥാന്റെ കാര്യം ഇവിടെ പറയുന്നുണ്ട്. അഫ്ഗാനിസ്ഥാൻ 2021 താലിബാൻ പിടിച്ചടിക്കുകയാണ്, താലിബാൻ ഭരണകൂടം വരികയാണ്. അപ്പൊ നമ്മള് താലിബാനുമായിട്ട് എന്തായാലും ഒരു കമ്മ്യൂണിക്കേഷൻ പഠിക്കാൻ ഒരു രാജ്യത്തിന് പറ്റൂല. കാര്യം പ്രത്യേകിച്ച് താലിബാൻ ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ആയിട്ടാണ് എല്ലാവരും കാണുന്നത്. ഈവൻ സൗദി അറേബ്യ പോലും അവരാരും താലിബാൻ ഗവൺമെന്റിനെ റെക്കഗ്നൈസ് ചെയ്തിട്ടില്ല. അപ്പൊ ഇതുകൊണ്ട് ഇന്ത്യക്ക് അങ്ങനെ അവരെ ആയിട്ടൊരു നല്ലൊരു റിലേഷൻഷിപ്പ് വയ്ക്കാൻ പറ്റൂലായിരുന്നു. പക്ഷെ വൺസ് താലിബാൻ അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യ ഇപ്പൊ കറക്റ്റ് കാര്യമാണ് അഫ്ഗാനിസ്ഥാനിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. താലിബാനുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ഇന്ത്യ കീപ്പ് ചെയ്യുന്നുണ്ട്. ഇന്ത്യ അവിടേക്ക് ഡെവലപ്മെന്റൽ അസിസ്റ്റൻസ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അഫ്ഗാനിസ്ഥാന്റെ മണ്ണ് ഇന്ത്യക്കെതിരെ യൂസ് ചെയ്യാമെന്നുള്ളൊരു ആഗ്രഹത്തിലാണ് പാകിസ്ഥാൻ താലിബാൻ അവിടെ സപ്പോർട്ട് ചെയ്ത് എങ്ങനെയെങ്കിലും താലിബാൻ അവിടെ അധികാരത്തിൽ കയറ്റിയത്. ഇന്ത്യയുടെ താല്പര്യങ്ങൾ അവിടെ ബലി കഴിച്ചിട്ട് താലിബാൻ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്ത് ആ മണ്ണ് ഇന്ത്യക്കെതിരെയുള്ള തീവ്രവാദത്തിന് യൂസ് ചെയ്യാൻ സമ്മതിക്കുമെന്ന് പറഞ്ഞു. പക്ഷെ താലിബാൻ സമ്മതിക്കുന്നതേ ഇല്ല. താലിബാൻ ഇന്ത്യയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ ഒരു കാര്യവും അഫ്ഗാൻ മണ്ണ് അതിനു വേണ്ടിയിട്ട് അഫ്ഗാൻ മണ്ണ് യൂസ് ചെയ്യാൻ അവർ സമ്മതിക്കുന്നില്ല. അതിന്റെ കാരണം ഇന്ത്യ അവർക്ക് ഡെവലപ്മെന്റൽ അസിസ്റ്റൻസ് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ ഡെവലപ്മെന്റൽ അസിസ്റ്റൻസ് ആണ് ഈ രാജ്യങ്ങളുടെ എല്ലാത്തിന്റെയും മുകളിൽ വലിയൊരു ലിവറേജ് ഉണ്ടാക്കിയെടുക്കാൻ ഇന്ത്യയെ സഹായിക്കുന്നത്. ഇപ്പൊ നേപ്പാൾ എന്ന് പറഞ്ഞ രാജ്യമായിട്ട് ഇന്ത്യക്ക് ഇടയ്ക്ക് വെച്ച പ്രശ്നങ്ങളായിരുന്നു. ഇപ്പൊ വീണ്ടും നേപ്പാളുമായിട്ടുള്ള ബന്ധമൊക്കെ നമ്മൾ നോർമലൈസ് ആയി. ഇവിടെ എല്ലാം നമ്മൾ ഡെവലപ്മെന്റൽ അസിസ്റ്റൻസ് ആണ് നമ്മളെ സഹായിക്കുന്നത്. നേപ്പാളിന്റെ കാര്യം ഇവിടെ പറയുന്നുണ്ട്. എന്തായാലും താലിബാനുമായിട്ട് നമ്മൾ വലിയ കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ പാകിസ്ഥാനുമായിട്ട് നമുക്ക് എന്തായാലും പെട്ടെന്ന് നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാകാൻ പോകുന്നില്ല. പ്രത്യേകിച്ച് പാകിസ്ഥാനിലെ സിവിലിയൻ ഗവൺമെന്റിന് പ്രത്യേകിച്ച് റോളും അവിടെ ഇല്ല. സിവിലിയൻ ഗവൺമെന്റ് നിയന്ത്രിക്കുന്ന പട്ടാളമായതുകൊണ്ട് തന്നെ അവർക്ക് ഇന്ത്യയായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുന്നതിൽ താല്പര്യമില്ല. അപ്പൊ ഇന്ത്യ ഇനി ചെയ്യേണ്ട കാര്യങ്ങൾ മ്യാൻമറുമായിട്ടാണെങ്കിലും അഫ്ഗാനിസ്ഥാനുമായിട്ടാണെങ്കിലും പാകിസ്ഥാനല്ല ബംഗ്ലാദേശുമായിട്ടാണെങ്കിലും ശ്രീലങ്കയായിട്ട് ആണെങ്കിലും മാൽദീവ്സുമായിട്ടൊക്കെ ആണെങ്കിലും നമ്മൾ അവിടുത്തെ ഒപ്പോസിഷൻ പാർട്ടീസിനെ കൂടെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് നമുക്ക് താല്പര്യം ഭരിക്കുന്നവരോടാണെങ്കിലും മറ്റവരുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ചാനൽ കീപ്പ് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോവുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇന്ത്യയുടെ താല്പര്യങ്ങൾ നെയ്ബർഹുഡിൽ സംരക്ഷിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഇന്ത്യ ഇപ്പൊ ഒരു വൻ സാമ്പത്തിക ശക്തിയായിട്ട് വളർന്നു. സൗത്ത് ഏഷ്യയിൽ ഇന്ത്യയുടെ അടുത്ത് പോലും വേറൊരു രാജ്യവും ഇല്ല. അതുകൊണ്ട് തന്നെ ഡെവലപ്മെന്റൽ അസിസ്റ്റൻസ് ഈ രാജ്യങ്ങൾക്കെല്ലാം ഇന്ത്യയുടെ നിന്ന് വേണമെന്നുള്ളത് കൊണ്ട് ഇന്ത്യക്ക് കൂടുതൽ ഈ പറഞ്ഞ രാജ്യങ്ങളുടെ മേൽ പ്രഷർ എക്സർട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ അത് അവർക്ക് ഒരു ഭാരമാകാത്ത രീതിയിലായിരിക്കണം. എന്നിട്ട് ആ ബന്ധങ്ങൾ കൂടുതൽ സ്ട്രോങ് ആക്കണം. അതാണ് ഈ ആർട്ടിക്കിളിൽ പറയുന്നത്. ഇനി ഇവിടെ വേറൊരു ആർട്ടിക്കിൾ ഉണ്ട്, എ ക്രൈസിസ് ഇൻ വാന ദാറ്റ് നോ വൺ ടോക്സ് അബൌട്ട്. ഇത് വേറെ ഒന്നുമല്ല, വെസ്റ്റ് ഏഷ്യ നോർത്ത് ആഫ്രിക്ക എന്നുള്ളതിന്റെ ഷോർട്ട് ഫോമാ അദ്ദേഹം WAN എന്ന് എഴുതിയേക്കുന്നത്. ഇത് സംഗതി എന്താണെന്ന് വെച്ചാല് ജസ്റ്റ് ഞാൻ ഒന്ന് ഓടിച്ച് പറഞ്ഞേക്കാം. സുഡാൻ എന്ന് പറയുന്ന രാജ്യം എല്ലാവർക്കും അറിയാമായിരിക്കും. ആഫ്രിക്കയിലെ അത്യാവശ്യം വലിയൊരു രാജ്യമാണ് സുഡാൻ. സുഡാനിൽ യഥാർത്ഥത്തിൽ ഒരു ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു സിവിൽ വാർ നടക്കുന്നുണ്ട്. ഈ റഷ്യ യുക്രൈൻ വാറോ അല്ലെങ്കിൽ ഇസ്രായേൽ ഹമാസ് വാറോ നേടുന്ന മീഡിയ അറ്റൻഷൻ അത് നേടുന്നില്ല. യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഹമാസ് വാറിൽ അല്ലെങ്കിൽ യുക്രൈൻ റഷ്യ വാറിൽ സംഭവിക്കുന്നേക്കാളും മരണവും ആൾക്കാരുടെ ഡിസ്പ്ലേസ്മെന്റും ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സുഡാൻ യുദ്ധത്തിലാണ്, സുഡാനിലെ ആഭ്യന്തര യുദ്ധത്തിലാണ്. അതിന് ലോകം വേണ്ടത്ര ശ്രദ്ധ കൊടുക്കുന്നില്ല. യുണൈറ്റഡ് നേഷൻസിൽ പോലും ആകെപ്പാടെ ഈ ഒരു സംഭവത്തിനെ കണ്ടം ചെയ്തുകൊണ്ട് ഒരു റെസൊല്യൂഷനെ പാസ്സായിട്ടുള്ളൂ, ഒറ്റ റെസൊല്യൂഷൻ മാത്രം. അതന്നെ 11 മാസങ്ങൾ അങ്ങോട്ട് എടുത്തിട്ടാണ് റെസൊല്യൂഷൻ പാസ്സാക്കിയത്. പിന്നെ ഈ ഇസ്രായേൽ ഹമാസ് വാർ അല്ലെങ്കിൽ റഷ്യ യുക്രൈൻ വാറിലൊക്കെ ICC ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട്, UN കോർട്ടാണല്ലോ ICC ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട്, ICJ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ഒക്കെ ഇടപെടുന്നുണ്ട്, അവര് കേസുകൾ എടുക്കുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ സുഡാനില ഈ യുദ്ധത്തിൽ ആഭ്യന്തര യുദ്ധമാണ്. അവിടെ വെളിയിൽ നിന്ന് ആരും ഉണ്ടാക്കിയല്ല, ആഭ്യന്തര യുദ്ധമാണ്. ആഭ്യന്തര യുദ്ധം എന്ന് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ പട്ടാളം, സുഡാൻ ആംഡ് ഫോഴ്സസ് SAF എന്നറിയപ്പെടുന്ന അതിന്റെ ലീഡറാണ് അബ്ദൽ ഫത്ത അൽ ബുർഹാൻ. അദ്ദേഹമാണ് ആക്ച്വലി ഇപ്പം സുഡാന്റെ കുറെ ഭാഗങ്ങൾ ഭരിക്കുന്നത്.
സുഡാൻ ആർമ്ഡ് ഫോഴ്സസിന്റെ ജനറൽ അബ്ദൽ ഫത്ത അൽ ബുർഹാൻ. അതുപോലെ അവിടെ നമ്മളെ ഇന്ത്യക്ക് പട്ടാളം ഉള്ള പോലെ ഇന്ത്യക്ക് പാരാമിലിറ്ററി ഫോഴ്സസ് ഉണ്ടല്ലോ, അതിൽ CRPF അല്ലേ ഏറ്റവും വലുത്. അതുപോലെ അവിടുത്തെ ഏറ്റവും വലിയ പാരാമിലിറ്ററി ഫോഴ്സ് ആണ് റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് RSF. അതിനെ ലീഡ് ചെയ്യുന്ന മുഹമ്മദ് ഹംദാൻ ഡഗാലോ എന്ന് പറയുന്ന ലീഡറാണ്. ഇവര് തമ്മിലാണ് അടി. അല്ലെങ്കിൽ RSFും SAFും തമ്മിലാണ് അടി. SAF സുഡാൻ ആർമ്ഡ് ഫോഴ്സസ് അവിടുത്തെ പട്ടാളം, RSF റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് അവിടുത്തെ പാരാമിലിറ്ററി. ഇവര് തങ്ങളിലാണ് അവിടെ അടി നടന്നുകൊണ്ടിരിക്കുന്നത്, ഇവര് തങ്ങളിൽ. അപ്പോ അതുവഴി ഏതാണ്ട് 1.5 ലക്ഷം പേര് മരിച്ചു എന്നാ പറയുന്നത്. ഏതാണ്ട് 10 മില്യൺ ആൾക്കാർ ഡിസ്പ്ലേസ്ഡ് ആയി. 10 മില്യൺ 1 കോടി ആൾക്കാരാ. അതിൽ 2.5 മില്യൺ ഏതാണ്ട് 25 ലക്ഷം പേര് വിദേശത്തേക്ക് ആണ് ഡിസ്പ്ലേസ്ഡ് ആയത്. സ്വന്തം വാസസ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് സ്വന്തം രാജ്യത്ത് തന്നെ മാറിയവർ കുറെ പേരുണ്ട്. ഏതാണ്ട് 2.5 മില്യൺ ആൾക്കാർ വിദേശത്തേക്ക് പോയിട്ട് വന്നു. ഇതെന്ന് പറയുന്നത് ഈ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ പോലും ഇത്രയും കാഷ്വാലിറ്റീസോ ഇത്രയും ഡിസ്പ്ലേസ്മെന്റോ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ അത്രയും ശ്രദ്ധിക്കേണ്ട ഒരു സംഭവം ആയിരുന്നിട്ട് പോലും ലോകം അത് ശ്രദ്ധിക്കുന്നില്ല. അതിനെ കുറിച്ചാണ് ഈ സുഡാനില് ഈ പ്രശ്നങ്ങൾക്ക് എല്ലാം തുടക്കം. ഇത് ഒരു ഡെക്കേഡ്സ് ആയി ഇവിടുത്തെ പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്തിട്ട്. ഇപ്പൊ റീസെന്റ് ആണ് ഈ പറഞ്ഞ RSF SAF എന്നുള്ള പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ. സുഡാനിലെ സിവിൽ വാർ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരുപാട് വർഷങ്ങളായി. സുഡാൻ ഭരിച്ചുകൊണ്ടിരുന്ന ഒരു ഡിക്റ്റേറ്ററാണ്. ഡിക്റ്റേറ്ററിന്റെ പേര് ഒമർ അൽ ബഷീർ എന്നാണ്. ഇപ്പൊ അങ്ങനെ അല്ല. ഒമർ അൽ ബഷീറിനെ പുറത്താക്കിയിട്ടാണ് ഈ അബ്ദുൽ ഫത്ത അൽ ബുർഹാനൊക്കെ അവിടെ അധികാരത്തിൽ വരുന്നത്. ഒമർ അൽ ബഷീറിനെ 2019 അവിടുത്തെ പട്ടാളം പുറത്താക്കും. പട്ടാളം പുറത്താക്കിയിട്ടാണ് ഇപ്പോഴത്തെ ഗവൺമെന്റ് ഒക്കെ വരുന്നത്. പക്ഷെ ആ ഗവൺമെന്റിൽ ഉണ്ടായിരുന്നവരാണ് അബ്ദുൽ ഫത്ത അൽ ബുർഹാനും മുഹമ്മദ് ഹംദാൻ ഡഗാലോയും. ഇവര് തങ്ങളിൽ പാടിയായി അധികാരത്തിന് വേണ്ടിയിട്ട്. സത്യത്തെ അവിടുത്തെ ജനങ്ങളാണ് ഇതിന്റെ എല്ലാത്തിന്റെ ഏറ്റവും വലിയ സാക്രിഫൈസ് ചെയ്യേണ്ടി വരുന്നത്. കാര്യം യഥാർത്ഥത്തിൽ അവിടെ ഡെമോക്രസി അനുഭവിക്കാൻ അവർക്ക് പറ്റുന്നില്ല. യവന്മാരോടെ വരുന്നതിന് മുമ്പ് വർഷങ്ങളായിട്ട് ഈ ഒമർ അൽ ബഷീർ അവിടെ ഭരിച്ച് മുടിച്ച് ആ രാജ്യം തന്നെ രണ്ടായി. ആ രാജ്യം സ്പ്ലിറ്റായി. പുതുതായിട്ടുണ്ടായ രാജ്യം റീസെന്റ് ഒരു രാജ്യം പുതുതായിട്ടുണ്ടായി സുഡാനിൽ. അതാണ് സൗത്ത് സുഡാൻ. അപ്പൊ അതെല്ലാം ഇയാളെ കാലത്താണ് നടന്നത്. ഇനിയെങ്കിലും നല്ല രീതിയിൽ അവർക്ക് സമാധാനത്തിൽ ജീവിക്കാൻ നേരിച്ചപ്പോൾ യുവമാർ തങ്ങളുടെ അടിയായി. അവിടുത്തെ ആൾക്കാർ വെറുതെ മരിക്കുന്നു. പക്ഷെ ആ രാജ്യം ഭയങ്കര റിസോഴ്സ് റിച്ച് ആണ്. ഒരു റിച്ച് കൺട്രി ആയിട്ട് മാറാനുള്ള എല്ലാ കാര്യങ്ങളുള്ള രാജ്യമാണ്. ഓയില് ആവശ്യം പോലെ, ഗ്യാസിന്റെ അത്യാവശ്യം നിക്ഷേപങ്ങൾ, ഗോൾഡ്, പിന്നെ നല്ല രീതിയിലുള്ള ഫെർട്ടൈൽ ലാൻഡ്, ഫലഭൂയിഷ്ടമായ മണ്ണ് കൃഷി നടത്താൻ. അപ്പോൾ കൃഷി കൊണ്ട് അവർക്ക് സമ്പന്നമാവാം, ഓയിൽ വിറ്റ് സമ്പന്നമാവാം, സ്വർണം വിറ്റ് സമ്പന്നമാവാം. പക്ഷെ ഇതൊന്നും പറ്റുന്നില്ല. ഇവിടെ ഈ 2 പേർക്കും RSFന് റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സിനും റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സിനും സുഡാൻ ആർമ്ഡ് ഫോഴ്സസിനും സപ്പോർട്ടേഴ്സ് ഉണ്ട്. സുഡാൻ ആർമ്ഡ് ഫോഴ്സസിനെ മെയിൻലി സപ്പോർട്ട് ചെയ്യുന്ന അമേരിക്കയൊക്കെയാണ്. ഈ RSFനെ മെയിൻലി സപ്പോർട്ട് ചെയ്യുന്ന UAE, റഷ്യ പോലുള്ള രാജ്യങ്ങളാണ്. അപ്പൊ ഈ സപ്പോർട്ടേഴ്സ് അവർക്ക് അവിടെ താല്പര്യങ്ങളുണ്ട്. അവർക്ക് ഇവിടുത്തെ ഈ പറഞ്ഞ എണ്ണയൊക്കെ ഊറ്റിക്കൊണ്ടുപോവുക, സ്വർണം അടിച്ചു മാറ്റുക, ഇങ്ങനെയൊക്കെയുള്ള താല്പര്യങ്ങളിലാണ് എല്ലാവരും വന്ന് അവിടെ ഓരോരുത്തരെ സപ്പോർട്ട് ചെയ്യുന്നത്. അല്ലാതെ താല്പര്യമില്ലാതെ സപ്പോർട്ട് ചെയ്യില്ല. കാര്യം ആഫ്രിക്കയിൽ ഒരു വലിയ രാജ്യം ഇത്, ഒരുപാട് റിസോഴ്സസും ഉണ്ട്. യുവമാരുടെ സപ്പോർട്ട് കാരണമാണ് ഈ രാജ്യം ഇവിടുത്തെ പ്രശ്നം തീരാത്തത്. മനസ്സിലായോ? പ്രശ്നം തീർക്കാനല്ല നോക്കുന്നത്, ഇവർ കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കാനാണ് നോക്കുന്നത്. അപ്പൊ അതിനെ കുറിച്ചാണ് ഈ ആർട്ടിക്കിൾ വായിച്ചു നോക്കുക. ഇനി ഇത് അതിനേക്കാളും വലിയൊരു ഈ ആർട്ടിക്കിളിലൂടെ ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യുള്ളൂ. ഇത് അതിനേക്കാളും വലിയൊരു ഇമ്പോർട്ടന്റ് ആർട്ടിക്കിളാണ്. ഞാൻ പലതവണ മുമ്പ് ക്ലാസ്സിലൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത്, ഈ ഇടയ്ക്കുന്ന ഹിന്ദുവിൽ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടില്ലെങ്കിലും ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന സമയത്ത് ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മളെ ഇന്ത്യയില് ജുഡീഷ്യറിയില് അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ നടക്കുന്നത് കൊളീജിയം സിസ്റ്റം വഴിയാണ്. മെയിൻലി സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരുടെ അപ്പോയിന്റ്മെന്റ്, അതുപോലെ ട്രാൻസ്ഫർ, ഇതൊക്കെ നടക്കുന്നത് കൊളീജിയം സിസ്റ്റം വഴിയാണ്. ഈ കൊളീജിയം സിസ്റ്റം എന്ന് പറഞ്ഞാല് സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടുന്ന 5 ജഡ്ജിമാര്, സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടുന്ന 5 ജഡ്ജിമാർ ഇരുന്നുകൊണ്ട് തീരുമാനിക്കും സുപ്രീം കോടതിയിൽ പുതുതായിട്ട് ആര് ജഡ്ജി ആവണം. ഇന്ത്യയിലെ ഹൈക്കോടതികളിൽ ഓരോരുത്തർക്കും ഏതാണ്ട് 10-28 ഹൈക്കോടതികളുണ്ടല്ലോ ഇന്ത്യയിൽ. ആ ഹൈക്കോടതികളിൽ ഓരോരുത്തരും ആര് ജഡ്ജി ആവണം, ആര് ചീഫ് ജസ്റ്റിസ് ആവണം, എന്നിട്ട് ആരെ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം, ഇതെല്ലാം തീരുമാനിക്കുന്ന സുപ്രീം കോടതിയിലെ സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള 5 ജഡ്ജിമാരാണ്. അതിന്റെ ചീഫാണ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. അതാണ് കൊളീജിയം എന്ന് പറയുന്നത്. ഈ കൊളീജിയം വളരെ ഒപ്പേക്ക് ആയിട്ടുള്ള സിസ്റ്റമാണ്. വളരെ എന്താ പറയുക, ട്രാൻസ്പെറൻസി ഒന്നും ഇല്ലാത്ത, ഫേവറേറ്റിസം വേണമെങ്കിൽ നമുക്ക് പക്ഷപാതപരമായിട്ട് വേണമെങ്കിൽ ജഡ്ജിമാരെയൊക്കെ അപ്പോയിന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് കൊളീജിയം എന്ന് പറയുന്നത്. കാരണം ഇതിൽ ജഡ്ജിമാരെ എങ്ങനെ സെലക്ട് ചെയ്യുന്നു എന്നുള്ളതിന്റെ ഒരു ക്രൈറ്റീരിയ ഒന്നും സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ല. അവർക്ക് ഇഷ്ടമുള്ളവരെയൊക്കെയാണ് അവർ ജഡ്ജിമാരായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇത് ഫേവറേറ്റിസം ഒക്കെ വേണമെങ്കിൽ നടപ്പാക്കാൻ പറ്റും. ഈവൻ കറപ്ഷൻ വേണമെങ്കിലും അതിൽ ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ കറപ്ഷൻ ഒന്നും ഇന്ത്യയിൽ നടക്കുന്നില്ല. പക്ഷേ ഫേവറേറ്റിസം പ്രത്യേകിച്ച് വലിയ ക്രൈറ്റീരിയ ഒന്നും ഇല്ലാത്തതുകൊണ്ട്. അപ്പൊ ഇത് വളരെ ഒപ്പേക്ക് ആയിട്ടുള്ളൊരു സെലക്ഷൻ പ്രോസസ്സാണ്.
അപ്പൊ ഇത് മാറണം എന്ന് ഇന്ത്യയിലെ പാർട്ടി ഭേദമില്ലാതെ എല്ലാ പാർട്ടികളും ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ 2014 NJAC വരെയാണ്, നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ്സ് കമ്മീഷൻ. NJAC ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ 99th അമെന്റ്മെന്റ് ആക്ട് ആയിരുന്നു. 99th അമെന്റ്മെന്റ് ആക്ട് ആയിരുന്നു NJAC, നാഷണൽ ജുഡീഷ്യൽ 99th അമെന്റ്മെന്റ് ആക്ട് വഴിയാണ് ഇന്ത്യയിൽ നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ്സ് കമ്മീഷൻ കൊണ്ടുവരുന്നത്. ഈ നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ്സ് കമ്മീഷനിൽ 6 പേരായിരുന്നു ഉണ്ടായിരുന്നത്. 6 പേരിൽ 3 പേര് സുപ്രീം കോടതിയിലെ ജഡ്ജിമാർ, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഒരാള്, 2 സീനിയർ മോസ്റ്റ് ജഡ്ജസ്. അപ്പൊ 3 ബാക്കി 3 പേര്, മൊത്തം 6ൽ 3 പേര് സുപ്രീം കോടതി ആയപ്പോൾ അവർക്ക് ആവശ്യമുള്ള ഒരു സ്ട്രെങ്ത് കിട്ടുന്നുണ്ട്. ബാക്കി 3 പേരിൽ ഒരാൾ ലോ മിനിസ്റ്റർ ഓഫ് ഇന്ത്യയും ബാക്കി 2 പേര് 2 എമിനന്റ് സിറ്റിസൺസ് ഓഫ് ഇന്ത്യ ആയിരുന്നു. ആ എമിനന്റ് സിറ്റിസൺസ് ഓഫ് ഇന്ത്യ ആയിരുന്നൊക്കെ പിന്നീട് തീരുമാനിക്കും, അങ്ങനെയായിരുന്നു. അപ്പൊ അങ്ങനെ ആയപ്പോൾ ഉള്ള ഗുണം എന്താ? കൊളീജിയം സിസ്റ്റം മാറി. പകരം NJACയില് നമ്മളാ എക്സിക്യൂട്ടീവിനും ജഡ്ജിമാരുടെ സെലക്ഷനിൽ ഒരു ഇത് കിട്ടുന്നുണ്ട്. സിവിൽ സൊസൈറ്റിക്ക്, എമിനന്റ് പേഴ്സൺസ് എന്ന് പറയാൻ സിവിൽ സൊസൈറ്റി എന്നാണ് വരുന്നത്. അപ്പൊ അവർക്ക് സിവിൽ സൊസൈറ്റിക്ക് അല്ലെങ്കിൽ നമ്മുടെ കോമൺ മാനിനും ജഡ്ജിമാരെ സെലക്ട് ചെയ്യുന്ന ഒരു സേ കിട്ടുന്നുണ്ട്. ഒപ്പം ലോ മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഉള്ളതുകൊണ്ട് എക്സിക്യൂട്ടീവിനും ഒരു സേ കിട്ടുന്നുണ്ട്. പക്ഷേ അപ്പോഴേ ആരോ കൊണ്ട് കേസ് കൊടുത്തു, ഇത് ആന്റി കോൺസ്റ്റിറ്റ്യൂഷണൽ ആണ് എന്ന് പറഞ്ഞ്. അപ്പം ഇത് ആന്റി കോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്ന് പറഞ്ഞ ആരെങ്കിലും ഒരു കേസ് കൊടുക്കാതിരിക്കായിരുന്നു സുപ്രീം കോടതി. അപ്പം തന്നെ ആന്റി കോൺസ്റ്റിറ്റ്യൂഷണൽ പറഞ്ഞത് സ്ട്രൈക്ക് ഡൗൺ ചെയ്തു. അപ്പോ ഈ പറഞ്ഞ NJAC ഇപ്പൊ ഇല്ല, പകരം ഇപ്പോഴും കൊളീജിയൽ സിസ്റ്റം തന്നെയാണ്. അതിന് അതിൻ്റെതായ അപാകതകളുണ്ട്, അതൊക്കെ ഈ ആർട്ടിക്കിളിന്റെ അകത്ത് പറയുന്നുണ്ട്. ഇനി അത് മാത്രമല്ല, ലോകത്തിലെ ഡെവലപ്ഡ് നേഷൻസിൽ ഓൾമോസ്റ്റ് എല്ലായിടത്തും അവരുടെ ജഡ്ജിമാരെ സെലക്ട് ചെയ്യുന്നത് അവിടുത്തെ എക്സിക്യൂട്ടീവും അവിടുത്തെ കോമൺ മാനും ഒക്കെ ചേർന്ന്, സിവിൽ സൊസൈറ്റി ഒക്കെ ചേർന്ന്, ഒപ്പം ജുഡീഷ്യറിയും കൂടെ ചേർന്നാണ്. അത് തന്നെയാണ് NJAC വിഭാവനം ചെയ്താൽ. ജുഡീഷ്യറിലെ ആൾക്കാരുണ്ട് 3 പേര്, എക്സിക്യൂട്ടീവിന്റെ ആളുണ്ട്, അതുപോലെ സിവിൽ സൊസൈറ്റിയുടെ ആളുണ്ട്. ഇതുപോലെ തന്നെയാണ് ഇപ്പം ഇതിൽ എക്സാമ്പിൾ പറയുന്നുണ്ട്. ബ്രിട്ടന്റെ കാര്യം പറഞ്ഞുണ്ട്. ബ്രിട്ടനിൽ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത് ഞാൻ അന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല. ബ്രിട്ടനിൽ എങ്ങനെയാണ് ജഡ്ജിമാരെ സെലക്ട് ചെയ്യുന്നത്, സൗത്ത് ആഫ്രിക്കയിൽ എങ്ങനെയാണ് ജഡ്ജിമാരെ സെലക്ട് ചെയ്യുന്നത്, ഫ്രാൻസിൽ എങ്ങനെയാണ് ജഡ്ജിമാരെ സെലക്ട് ചെയ്യുന്നത്, ഇതെല്ലാം ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. ഇവിടെയെല്ലാം അവിടുത്തെ എക്സിക്യൂട്ടീവിനും പൊതുസമൂഹത്തിനും ഒക്കെ ജുഡീഷ്യറിക്ക് ഒപ്പം തന്നെ ജഡ്ജിമാരെ സെലക്ട് ചെയ്യുന്നതിൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഇന്ത്യയിൽ അത് വരണം. NJAC തിരികെ കൊണ്ടുവരണം. നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ് കമ്മീഷൻ തിരികെ കൊണ്ടുവരണം. അതിലെന്തെങ്കിലും അപാകത ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ആ അപാകതകൾ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളെ ജുഡീഷ്യറിയുമായിട്ട് ചർച്ച നടത്തിയിട്ട് ഈ NJAC തിരികെ കൊണ്ടുവരണം എത്രയും പെട്ടെന്ന്. അങ്ങനെ മാത്രമേ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ്സ്, ജഡ്ജിമാരുടെ അപ്പോയിന്റ്മെന്റ്സിൽ അക്കൗണ്ടബിലിറ്റി ഉണ്ടാവൂ എന്നാണ് ഈ ആർട്ടിക്കിളിൽ പറയുന്നത്. ഇത് ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കുന്നതന്നെ യുനാനിമസ് ആയിട്ടാണ്. നരേന്ദ്രമോദി ഗവൺമെന്റ് ആണ് കൊണ്ടുവരുന്നതെങ്കിലും ഇവിടുത്തെ കേരളത്തിലെ CPM CPI ഉൾപ്പെടുന്ന, അത് ഞാൻ അങ്ങനെ പറയാൻ കാര്യം, കോൺഗ്രസ് കൂടെ സപ്പോർട്ട് ചെയ്ത് പാസ്സായ നിയമങ്ങളിൽ പോലും CPM CPI ഒന്നും സപ്പോർട്ട് ചെയ്യില്ലായിരുന്നു. ഇന്ത്യയിൽ ഫുൾ ആൾക്കാരും യുനാനിമസ് ആയിട്ട് പാസ്സാക്കിയ നിയമമായിരുന്നു NJAC. അപ്പൊ അത്രയും ആവശ്യമുള്ളതാണ്, കോടതിക്ക് മാത്രമാണ് അത് ആവശ്യമില്ല എന്ന് തോന്നിയത്. അപ്പൊ ഇത് എഴുതിയേക്കുന്ന പ്രദീപ് മെഹ്ത്ത എന്ന് പറയുന്ന ഒരു ഓതറാണ് ഇത് എഴുതിയേക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ആർട്ടിക്കിൾ. ബാക്കി നമുക്ക് വലിയ അത്യാവശ്യമുള്ള കേസുകളൊന്നും അല്ല. US പ്രസിഡന്റ് ഇലക്ഷനെ കുറിച്ചൊക്കെയാണ് അടുത്ത ആർട്ടിക്കിൾ. പിന്നെ അതിനടുത്ത പേജിലേക്ക് പോകുമ്പോൾ ലൈ ഡിറ്റക്ടർ ടെസ്റ്റ്, ഈ പോളിഗ്രാഫ് ടെസ്റ്റും ഒക്കെ നടത്തുമല്ലോ, അത് യഥാർത്ഥത്തിൽ ലീഗലി വാലിഡ് ആണോ എന്നൊരു ക്വസ്റ്റൻ ആണ് അടുത്ത ടെക്സ്റ്റ് ആൻഡ് കോണ്ടെക്സ്റ്റിൽ വരുന്നത്. അത് വേണമെങ്കിൽ നിങ്ങൾ വായിച്ചു നോക്കുക. അതിപ്പോ RG കർ മെഡിക്കൽ കോളേജിലെ പെൺകുട്ടിയുടെ റേപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരുപാട് ലൈ ഡിറ്റക്ടർ ടെസ്റ്റുകളൊക്കെ നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പം അതിനടുത്ത പേജ് നമുക്ക് വേണ്ട, അതിനടുത്ത പേജ്. അപ്പൊ ആ ലൈ ഡിറ്റക്ടർ ടെസ്റ്റ് എന്ന് പറയുന്ന സംഭവം നമുക്ക് അത്യാവശ്യം, അല്ല നമുക്കത് എന്തെങ്കിലും അത് കോൺസ്റ്റിറ്റ്യൂഷണലി വാലിഡ് ആണോ, അത് നിയമപരമാണോ എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു ആർട്ടിക്കിൾ ഉണ്ട്, വേണമെങ്കിൽ അത് വായിച്ചു നോക്കുക. ഓക്കെ, പിന്നെ നമ്മൾ അടുത്ത പ്രധാനപ്പെട്ട ഒരു ന്യൂസ് ഉള്ളത്, എൻഷുർ LGBTQIA കപ്പിൾസ് ഗെറ്റ് റേഷൻ കാർഡ് സേ സെന്റർ എന്ന് പറയുന്ന ന്യൂസ് ഉണ്ട്. സെൻട്രൽ ഗവൺമെന്റ് ഒരു ഇത് പറഞ്ഞേക്കാണ്, നമ്മളുടെ LGBTQ കമ്മ്യൂണിറ്റീസിന് റേഷൻ കാർഡുകൾ വിത്തൗട്ട് എനി പ്രോബ്ലം കിട്ടും എന്ന് എൻഷുർ ചെയ്യണം. കാര്യം, 1 സെക്കൻഡ്, അപ്പൊ LGBTQ കമ്മ്യൂണിറ്റീസിന് പിന്നെ റേഷൻ കാർഡുകൾ കറക്റ്റ് ആയിട്ട് കിട്ടുന്ന, അതായത് അവര് നമ്മളുടെ
പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന എന്ന് പറയുന്ന ഒരു സ്കീമാണ് ഇപ്പോൾ ഉള്ളത്. പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന PMGKAY, പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന NFSA നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ടിന്റെ അണ്ടറിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. NFSA നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ആരും പട്ടിണി കിടക്കൂല എന്ന് ഉറപ്പിക്കാൻ വേണ്ടി വരുന്ന നിയമമാണ് നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട്. അപ്പൊ അതിന്റെ അണ്ടറിൽ പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന ഈ സ്കീമിന്റെ ഒക്കെ നടപ്പാക്കുമ്പോൾ ഇന്ത്യയില് പട്ടിണി കുറയും. അതിനുവേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ഈ LGBTQ കമ്മ്യൂണിറ്റീസിലുള്ള ആൾക്കാർ ഒരുമിച്ച് താമസിക്കാനൊക്കെ ഉള്ള അവകാശം ഇന്ത്യയിലെ റൈറ്റ് ടു പ്രൈവസി പുട്ടസ്വാമി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്നുള്ള കേസിൽ 2017 സുപ്രീം കോടതി റൈറ്റ് ടു പ്രൈവസി ഫണ്ടമെന്റൽ എന്ന് അംഗീകരിക്കുന്നു. 2018 അങ്ങനെ അതുപോലെ ഹോമോസെക്ഷുവാലിറ്റി ഡീക്രിമിനലൈസ് ചെയ്യുന്നു. അപ്പൊ അതുകൊണ്ട് ഇപ്പം ഇവർക്ക് ഒരുമിച്ച് ഗേ കപ്പിൾസിനും ലെസ്ബിയൻ കപ്പിളിനൊക്കെ ഒരുമിച്ച് താമസിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷേ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം കല്യാണം കഴിക്കാനുള്ള അവകാശം അവർ ചോദിച്ചിട്ട് ഇതൊരിക്കും കിട്ടിയിട്ടില്ല. സുപ്രീം കോടതിയും കൊടുത്തിട്ടില്ല, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും കൊടുത്തിട്ടില്ല. അപ്പം എന്നിരുന്നാലും ഇവർക്ക് ജോയിന്റ് ബാങ്ക് അക്കൗണ്ടുകൾ തുടങ്ങാനുള്ള അവകാശം മിനിഞ്ഞാന്ന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അത് ക്ലാരിഫിക്കേഷൻ കൊടുത്തു. അവർക്ക് ജോയിന്റ് ബാങ്ക് അക്കൗണ്ടുകൾ തുടങ്ങാം. അതിന് സബ്സിക്വന്റ് ആയിട്ട് വന്നിരിക്കുന്ന പുതിയ കാര്യമാണ് റേഷൻ കാർഡുകൾ എടുക്കുന്നതിൽ ഈ പറഞ്ഞ ഇവരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യരുത്. അവര് കപ്പിളായിട്ട് താമസിക്കുന്നവരാണെങ്കിൽ അവർക്ക് റേഷൻ കാർഡുകൾ എടുക്കാനുള്ള അവകാശവും ഉണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ GST കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൽ ഞാൻ ഇനി കൂടുതൽ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. മന്ത്ലി വരുന്നൊരു ഡേറ്റയാണ് GST കളക്ഷൻ. ആസ് കമ്പയർഡ് ടു പ്രീവിയസ് മന്ത് ഹൗ മച്ച് GST കളക്ഷൻ ഇൻക്രീസ് ഹാപ്പൻഡ് ഇൻ ഇന്ത്യ ഓർ ഹൗ മച്ച് GST കളക്ഷൻ ഡിക്രീസ് ഹാപ്പൻഡ് എന്നാണ് ഇതിൽ എപ്പോഴും പത്രത്തിൽ വരുന്നത്. അതൊരിക്കലും പരീക്ഷയ്ക്ക് ചോദിക്കൂല. GST ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ആകെ അറിയേണ്ട ഇന്ത്യയിലെ ഏകീകൃത ഇൻഡയറക്ട് ടാക്സ് സിസ്റ്റമാണ് GST എന്ന് പറയുന്നത്. July 1, 2017 ആണ് നിലവിൽ വന്നത്. അതുകൊണ്ട് തന്നെ July 1 ഇന്ത്യയിൽ GST ഡേ എന്നാണ് അറിയപ്പെടുന്നത്. GST നമ്മൾ മെയിൻലി കൊടുക്കുന്ന CGST സെൻട്രൽ GST, SGST സ്റ്റേറ്റ് GST, പിന്നെ IGST ഇന്റഗ്രേറ്റഡ് GST, ഇങ്ങനെ 3 GSTകളാണ് നമ്മൾ കൊടുക്കുന്നത്. ഈ IGST നമ്മൾ അങ്ങനെ പേ ചെയ്യൂല. അത് ഇന്റർ സ്റ്റേറ്റ് ഗുഡ്സ് ട്രാഫിക്കിങ്ങിനൊക്കെയാണ് IGST യൂസ് ചെയ്യുന്നത്. ഇത് രണ്ടുമാണ് നമ്മൾ എപ്പോഴും പേ ചെയ്യുന്ന GSTകൾ. GST ആയിട്ട് ബന്ധപ്പെട്ട ഡിസിഷൻസ് ഒക്കെ എടുക്കുന്ന GST കൗൺസിലാണ്. GST ആയിട്ട് ബന്ധപ്പെട്ട ഡിസിഷൻസ് ഒക്കെ എടുക്കുന്ന GST കൗൺസിലാണ്. അതിന്റെ ചെയർപേഴ്സൺ ഫിനാൻസ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യയാണ് GST കൗൺസിലിന്റെ. അതുപോലെ GST ആയിട്ട് ബന്ധപ്പെട്ട സോഫ്റ്റ്വെയർ നെറ്റ്വർക്കിന്റെ പേരാണ് GSTN, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് നെറ്റ്വർക്ക്, GSTN. അതുപോലെ GST എന്ന് പറയുന്ന സംഭവം വേറെ അത് പറയാനുള്ള GST ആയിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു കാര്യം ഞാൻ എന്റെ മൈൻഡിൽ ഓർത്തായിരുന്നു നിങ്ങളോട് പറയാം. CBIC ആണ് GST കളക്ഷൻ നടത്തുന്നത്. CBIC സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സസ് ആൻഡ് കസ്റ്റംസ്, CBIC. അപ്പൊ നിങ്ങൾ CGL ഒക്കെ എഴുതിയെടുക്കുന്ന ആൾക്കാർക്ക് ജോലി കയറാൻ പറ്റുന്ന ഒരു നല്ല ഓർഗനൈസേഷനാണ് CBIC, സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സസ് ആൻഡ് കസ്റ്റംസ്. ബാക്കി ഈ പേജിലെ ന്യൂസുകൾ നമുക്ക് ആവശ്യമുള്ളതല്ല. അതിന് അടുത്ത പേജിലേക്ക് പോവാം. അതിന് അടുത്ത പേജിൽ പോകുമ്പോൾ ഫുൾ പൊളിറ്റിക്സ് ആണ് ഇവിടെ, നമുക്കൊന്നും വേണ്ട. അതിനടുത്ത പേജിൽ പോകുമ്പോൾ ഇന്ത്യയുടെയും പാകിസ്ഥാന്റെ ഇടയിലുള്ള റിലേഷൻഷിപ്പ് ഈ ഡെക്കേഡിൽ ഇംപ്രൂവ് ആവാൻ പറ്റൂല എന്ന് ജനങ്ങളുടെ ഇടയിൽ ഒരു സർവേ നടത്തിയപ്പോൾ ആൾക്കാർ അങ്ങനെയാണ് വിശ്വസിക്കുന്ന ഒരു ന്യൂസ് ഉണ്ട്. അതൊന്നും എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് വേണ്ട. ഇന്ത്യ പാകിസ്ഥാൻ റിലേഷൻഷിപ്പ് ഈ ഡെക്കേഡിൽ ഇംപ്രൂവ് ആവാൻ പോകുന്നില്ല എന്നാണ് ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും ബഹുഭൂരിപക്ഷം ആൾക്കാരും വിശ്വസിക്കുന്നതാണ് ഒരു സർവേ പറഞ്ഞേക്കുന്നത്. അതിപ്പം നമ്മളും അങ്ങനെയല്ലേ വിശ്വസിക്കുന്നത്. ഈ ഡെക്കേഡിൽ എങ്ങനെ ഇംപ്രൂവ് ആവും? 2024 തീരാൻ പോകുന്നു, 25 ആവുന്നു. പാകിസ്ഥാൻ ഇന്ത്യയും തമ്മിൽ ഒരു ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ പോലും ഇല്ല. ഇപ്പം 2016 സാർക്ക് സമ്മിറ്റ് ഇന്ത്യ ബഹിഷ്കരിച്ചതിന് ശേഷം there is no direct or informal communication between India and Pakistan, so it is not that is also not going to happen in the near future also. So there is no room for further improvement in our relationship in the near future. So 2020 to 30, that decade is a lost decade for India and Pakistan in terms of bilateral relationship. Okay, അപ്പോൾ അതിൽ സംശയമൊന്നുമില്ല. പിന്നെ എയർ മാർഷൽ തേജീന്ദർ സിംഗ് പുതിയ ഡെപ്യൂട്ടി ചീഫ് ഓഫ് എയർ സ്റ്റാഫ് ആയിട്ട് സെലക്ട് ആയി. തേജീന്ദർ സിംഗ് ഇവിടെ എഴുതിയിട്ടുണ്ട്. എയർ മാർഷൽ തേജീന്ദർ സിംഗ് ന്യൂ ഡെപ്യൂട്ടി ചീഫ് ഓഫ് എയർ സ്റ്റാഫ് അല്ലേ. അപ്പൊ അതൊരു ന്യൂസ് ആണ്. പിന്നെ പിന്നീട് നാഷണൽ കോൺഫറൻസ് ഓഫ് ഡിസ്ട്രിക്ട് ജുഡീഷ്യറി ഇപ്പൊ ഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നാഷണൽ കോൺഫറൻസ് ഓഫ് ഡിസ്ട്രിക്ട് ജുഡീഷ്യറി അറിഞ്ഞിരിക്കുകയാണ്. നാഷണൽ കോൺഫറൻസ് ഓഫ് ഡിസ്ട്രിക്ട് ജുഡീഷ്യറി. പിന്നെ വേറെ കാര്യം, വന്ദേ ഭാരത് സ്ലീപ്പർ കോച്ച് പ്രോട്ടോടൈപ്പ് അൺവൈൽഡ് അറിഞ്ഞിരിക്കുക.
വന്ദേ ഭാരത് ട്രെയിൻ നമുക്കറിയാം ഇപ്പൊ സ്ലീപ്പർ ട്രെയിൻ ഇല്ല, പക്ഷെ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ 3 മാസത്തിനകം ഇറങ്ങുമെന്ന് പറയുന്നത്. വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ ഡിസൈൻ ചെയ്തത് BEML ആണ്, ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡ്. ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡ് അവരാണ് വന്ദേ ഭാരതിന്റെ സ്ലീപ്പർ ട്രെയിൻസ്. അതിന്റെ പ്രോട്ടോടൈപ്പ് ഇന്നലെ ബാംഗ്ലൂർ ഇറങ്ങി. ഇനി പാസഞ്ചേഴ്സിനെ വെച്ചുകൊണ്ടുള്ള ഭയങ്കര കിടിലം ഫെസിലിറ്റീസ് ആണ്. അത് വായിച്ചു നോക്കിയാൽ നമ്മൾ അന്തം വിട്ടു. അപ്പൊ ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഉള്ള സ്ലീപ്പർ യാത്രാ അനുഭവം രാജധാനി ട്രെയിനിന്റെ ഫെയറിൽ നമുക്ക് അടുത്ത 3 മാസം കഴിയുമ്പോൾ കിട്ടി തുടങ്ങും. നമുക്ക് സ്ലീപ്പർ വന്ദേ ഭാരതിൽ പല ഇന്റർ സ്റ്റേറ്റ് പോകാൻ പറ്റും. അപ്പോ അത് നല്ല കാര്യം. പഴയ വന്ദേ ഭാരത് ട്രെയിൻ ഡിസൈൻ ചെയ്ത ICF ആയിരുന്നു, ഇന്റഗ്രേറ്റഡ് കോച്ച് ഫാക്ടറി, ചെന്നൈ ആയിരുന്നു. ഇതിപ്പോ BEML ആണ്, ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡ്. പിന്നെ മണി വൈസ് എന്ന് പറയുന്ന പേജാണ് സാധാരണ മൺഡേയിൽ ഹിന്ദുവിൽ ബിസിനസ് പേജ് ഇല്ലാത്തതുകൊണ്ട് വരുന്നത്. അപ്പം അത് നമുക്ക് വേണ്ട. പിന്നെ അടുത്ത പേജിലേക്ക് പോകുമ്പോൾ അസർബൈജാനിൽ ഇപ്പൊ ഇലക്ഷൻ നടക്കുന്നു. അസർബൈജാൻ എന്ന് പറഞ്ഞ ഒരു രാജ്യമുണ്ട്, അസർബൈജാൻ. പണ്ട് സോവിയറ്റിന്റെ യൂണിയന്റെ ഭാഗമായിരുന്നു അസർബൈജാൻ. അതിന്റെ ക്യാപിറ്റലാണ് ബാക്കു. അവിടെ ഇപ്പൊ ഇലക്ഷൻ നടക്കുന്നു. ഇലക്ഷനിൽ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കില്ല. അവിടുത്തെ പ്രസിഡന്റ് ഇൽഹാം അലിയേവ് ആണ്. ഇൽഹാം അലിയേവ് അദ്ദേഹം തന്നെ അവിടെ അധികാരത്തിൽ വരും. ഇൽഹാം അലിയേവ് അദ്ദേഹം തന്നെ അവിടെ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരും എന്നാ പറയുന്നത്. അസർബൈജാനും അർമേനിയയും തമ്മിൽ വലിയ പ്രോബ്ലം ഉണ്ട്. അസർബൈജാനും അർമേനിയ ഇപ്പൊ ഒരു ഇതൊക്കെ സോൾവ് ആയ പ്രോബ്ലം ഒക്കെ. പിന്നെ എല്ലാ ദിവസത്തെയും പോലെ ഇസ്രായേൽ ഹമാസ് വാർ, റഷ്യ യുക്രൈൻ വാർ അവിടെ ഉണ്ട്. പിന്നെ ശ്രീലങ്കയിലെ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ, പിന്നെ ബംഗ്ലാദേശിലെ പ്രശ്നങ്ങൾ, ഇതൊക്കെ തന്നെയാണ്. പിന്നെ സ്പോർട്സ് പേജിൽ പോകുമ്പോൾ പാരാലിമ്പിക്സിനെ കുറിച്ചുള്ള ന്യൂസുകളാണ്. പാരീസിൽ നടന്നുകൊണ്ടിരിക്കുന്ന പാരാലിമ്പിക്സിൽ ഇന്നലെ ഇന്ത്യ ഒരു മെഡൽ വിൻ ചെയ്തു. നിഷാദ് കുമാർ എന്ന് പറഞ്ഞ ആള് ഹൈ ജമ്പിൽ സിൽവർ മെഡൽ വിൻ ചെയ്തു. പിന്നെ ടേബിൾ ടെന്നീസിലെ ഇന്ത്യയുടെ ലീഗായ UTT നടന്നുകൊണ്ടിരിക്കുന്നത്. UTTയുടെ എക്സ്പാൻഷൻ അൾട്ടിമേറ്റ് ടേബിൾ ടെന്നീസ് എന്നാണ്. ഇന്ത്യയുടെ ടേബിൾ ടെന്നീസ് ലീഗിന്റെ പേരാണ് UTT, അൾട്ടിമേറ്റ് ടേബിൾ ടെന്നീസ്. പിന്നെ അതിനടുത്ത പേജിൽ പോകുമ്പോ ചാൾസ് ലെക്ലർക്ക് ഇറ്റാലിയൻ ഗ്രാൻഡ് പ്രിക്സ് വിൻ ചെയ്തു. ഇറ്റാലിയൻ ഗ്രാൻഡ് പ്രിക്സ് ഫോർമുല 1 ഒരു റേസ് ആണ് ഇറ്റാലിയൻ ഗ്രാൻഡ് പ്രിക്സ്. അത് വിൻ ചെയ്ത ചാൾസ് ലെക്ലർക്ക്. ലെക്ലർക്ക് എന്ന് പറഞ്ഞ ഡ്രൈവർ ഫെറാറിയുടെ ഡ്രൈവറാണ് ചാൾസ് ലെക്ലർക്ക്. പിന്നെ അവിടെ സ്പോർട്സിൽ വേറെ ഒന്നും പറയാനില്ല. പിന്നെ US ഓപ്പൺ എന്നത്തെ പോലെ US ഓപ്പൺ നടക്കുന്ന എവിടെയാണ്? ഫ്ലഷിംഗ് മെഡോസ്. US ഓപ്പൺ നടക്കുന്ന വെന്യൂവിന്റെ പേര് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലെ പറഞ്ഞാണ്. ഫ്ലഷിംഗ് മെഡോസ് എന്നാണ് US ഓപ്പൺ നടക്കുന്ന വെന്യൂവിന്റെ പേര്, ഫ്ലഷിംഗ് മെഡോസ്. പിന്നെ ഫസ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ മണിപ്പൂരിൽ വീണ്ടും കലാപം തുടങ്ങി. മണിപ്പൂരിൽ കുറെ കാലം പ്രശ്നമൊന്നുമില്ല നിൽക്കുകയായിരുന്നു. വീണ്ടും അവിടെ കലാപം തുടങ്ങി. 2 പേര് തന്നെ മരിക്കുകയൊക്കെ ചെയ്തതിനെ കുറിച്ചാണ്. പിന്നെ തെലങ്കാനയിലും ആന്ധ്രയിലും വലിയ ഫ്ലഡ്. തെലങ്കാനയിലും ആന്ധ്രയിലും ഫ്ലഡ് ആണ്. അതിനെ കുറിച്ചുള്ള ന്യൂസുകളുണ്ട്. അതിലൊന്നും വേറെ പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. പിന്നെ സ്റ്റേറ്റ് പേജ് നോക്കുമ്പോൾ സ്റ്റേറ്റ് പേജില് ഈ മഹാരാഷ്ട്രയിൽ ഇപ്പൊ ഛത്രപതി ശിവാജിയുടെ ഒരു സ്റ്റാച്ചു കൊളാപ്സ് ആയി. അപ്പം അതിന്റെ പേരിൽ അവിടെ കുറച്ച് രാഷ്ട്രീയമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഛത്രപതി ശിവാജിയാണ് മഹാരാഷ്ട്രയിലെ ഏറ്റവും വലിയ റിവേർഡ് ഫിഗർ എന്ന് പറയുന്നത്. ഈ ശിവസേന എന്ന് പറയുന്ന പാർട്ടിയുടെ പേര് തന്നെ അതിൽ നിന്നാണ് വരുന്നത്. ഛത്രപതി ശിവാജിയായിട്ട് ബന്ധപ്പെട്ടാണ് ആ പാർട്ടിക്ക് ശിവസേന എന്ന് പേരിട്ടേക്കുന്നത്. അല്ലാതെ ഒരിക്കലും ശിവൻ, ലോർഡ് ശിവൻ നമ്മളുടെ ദൈവം, അദ്ദേഹത്തിന്റെ ഇതിലല്ല, ഛത്രപതി ശിവാജിയുടെ പേരിലാണ്. അപ്പൊ ഈ ഇതുണ്ടായിരുന്ന എവിടെയാണ് നടന്നിരിക്കുക? ശിവാജിയുടെ പ്രതിമ സിന്ധുഗർഗിലാണ്. സിന്ധുദുർഗ് മഹാരാഷ്ട്രയിലൊരു ഡിസ്ട്രിക്റ്റ് ആണ്. സിന്ധുദുർഗ് എന്ന് പറഞ്ഞ ഡിസ്ട്രിക്ട്. അവിടെയാണ് ഈ പ്രതിമ ഉണ്ടായിരുന്നത്. അത് പൊളിഞ്ഞു വീണതാണ് പ്രശ്നമായത്. പ്രൈം മിനിസ്റ്റർ മോഡിയാണ് അത് ഇനാഗുറേറ്റ് ഒക്കെ ചെയ്തത്. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ഹിന്ദുവിലെ പ്രധാനപ്പെട്ട ന്യൂസുകൾ കുറവായിരുന്നു, കൂടുതൽ ആർട്ടിക്കിൾസ് ആയിരുന്നു. ആർട്ടിക്കിൾസ് കുറെ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നു. പക്ഷേ ന്യൂസ് കുറവാണെങ്കിലും അല്ലെങ്കിൽ എല്ലാ ദിവസവും ഹിന്ദു ന്യൂസ് പേപ്പർ നിങ്ങൾ വായിക്കണം. കാരണം വേറെ ഒന്നുമല്ല, ബാങ്ക് ആയിരുന്നാലും SSC ആയിരുന്നാലും സിവിൽ സർവീസ് ആയിരുന്നാലും ഏതാണെങ്കിലും വൊക്കാബുലറി കോംപ്രിഹെൻഷൻ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയാലേ ഇപ്പൊ സിവിൽ സർവീസുകാർക്ക് CSATന്റെ ഇംഗ്ലീഷ് പോർഷൻ ക്ലിയർ ചെയ്യാനും ബാങ്കുകാർക്ക് SSCക്കാർക്ക് അവരുടെ ഇംഗ്ലീഷ് പോർഷൻ ക്ലിയർ ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ ആ കോംപ്രിഹെൻഷൻ വൊക്കാബുലറി അതെല്ലാം ഇമ്പ്രൂവ് ആവണമെന്നുണ്ടെങ്കിൽ ന്യൂസ് പേപ്പർ വായിച്ചേ പറ്റൂ. സോ കറണ്ട് അഫയേഴ്സിന്റെ എമൗണ്ട് ഒന്നും നിങ്ങൾ നോക്കണ്ട, എല്ലാ ദിവസവും നന്നായിട്ട് ഈ പത്രം വായിക്കുക. അപ്പോൾ വീണ്ടും കാണാം നാളെ. അതുവരെ ബൈ. എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്.